अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुहू। आज सूफ़ी इस्लामिक बोर्ड के हेड ऑफिस पे अब्दुल्ला कोया जिब्री साहब जो केरला डिस्ट्रिक्ट के प्रेसिडेंट हैं और जिन्होंने अभी हाल ही में 6 डिस्ट्रिक्ट्स पे डिस्ट्रिक्ट प्रेसिडेंट्स और बेसिक टीम्स का अनाउंसमेंट किया है, वो यहाँ आए हुए हैं। और हम लोगों के बीच में आज एक डिस्कशन हुआ है कि किस तरीके से सूफियों को पूरे केरला में जमा करके और उनको किस तरीके से जो है आज तक जो है साइड ट्रैक किया गया है, इसकी मालूमात उनको दे के सबको जमा करके एक नेशनल कॉज में उनको खड़ा किया जाए। हमारी मतलब डिटेल डिस्कशन में ये भी बात हुई है कि कैसे पूरे 16-17 जो डिस्ट्रिक्ट्स हैं केरला के, उसको कवर करने के बाद हम लोग एक स्टेट लेवल का एक सेमिनरी करेंगे, जिसके अंदर जो है पूरे सूफियों को बुलाने की हम कोशिश करेंगे, जिसमें सूफ़ी इस्लामिक बोर्ड के नेशनल लेवल के अधिकारी और कुछ स्टेट प्रेसिडेंट्स को भी हम बुलाएंगे। ഞാനിപ്പോൾ ബോംബെ ഹെഡ് ഓഫീസറാണുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ നാഷണൽ പ്രസിഡൻ്റായിട്ട് ചർച്ച നടന്നു. അപ്പോൾ ചർച്ചയിൽ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ കേരളത്തിലെ 16 ജില്ലയിൽ 6 ജില്ലയിൽ നമ്മളെ പ്രസിഡന്റുമാരെ നിയമിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് മെമ്പർമാർ നമുക്കുണ്ട്. അതൊരു 16 ജില്ല പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തിനുള്ളിൽ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയണം. അത് കഴിഞ്ഞാൽ നാഷണൽ ലെവലിൽ എല്ലാ ഇന്ത്യയുടെ 4 ഭാഗത്തുള്ള സൂഫികളും കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റുമാരും സ്റ്റേറ്റ് പ്രസിഡന്റുമാരും അങ്ങനെ മൊത്തത്തിൽ നമ്മളൊരു 1000-2000 ആൾക്കാരെ ഒരു ഫങ്ഷൻ സൂഫി സംഗമം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. എല്ലാ സ്റ്റേറ്റിലും സൂഫി ഇസ്ലാമിക ബോർഡ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമായിരുന്നു അത് വരാതിരുന്നിരുന്നത്. ഇപ്പോൾ കേരളത്തിലും അതെന്തായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അവർക്കും അറിയാം. കാരണം കൂടുതൽ വഹാബിസമുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ആ ഒരു വിഷയം നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത്. പക്ഷേ അതിനെല്ലാ സപ്പോർട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സൂഫി ആ മാതൃക ലൈന് എന്താണ് സൂഫി എന്നുള്ളത് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ഓർഡർ. അപ്പോൾ ആ നിലക്ക് നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണമെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ഓർഡർ. അപ്പോൾ അതിലേക്കുള്ള പ്രവർത്തന മേഖലയായിരിക്കണം നമ്മളെല്ലാവരും. ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ അതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും.